നമസ്കാരം. എൻ.സി.പി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പി.സി. ചാക്കോ. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഇന്നലെയാണ് ചാക്കോ രാജിക്കത്ത് കൈമാറിയത്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്നാണ് അറിയിക്കുന്നത്. പാർട്ടിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് പി.സി. ചാക്കോ രാജിവെക്കുന്നത്. മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് പി.സി. ചാക്കോയും എ.കെ. ശശീന്ദ്രനും തമ്മിൽ വലിയ ഭിന്നത നിലനിന്നിരുന്നു. എൻ.സി.പിക്ക് ലഭിച്ച മന്ത്രിസ്ഥാനം വീതം വെക്കാൻ ധാരണയുണ്ട് എന്ന് പറഞ്ഞ തോമസ് തോമസ് ആണ് ആദ്യം കലാപക്കൊടി ഉയർത്തിയിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു ധാരണ ഇല്ല എന്നായിരുന്നു ശശീന്ദ്രന്റെ നിലപാട്. രാജിവെക്കാൻ ഒരുക്കമല്ല എന്നും ശശീന്ദ്രൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. ഇതേസമയം പി.സി. ചാക്കോ ശശീന്ദ്രനൊപ്പമായിരുന്നു നിന്നിരുന്നത്. ഇതോടെ തോമസ് നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തോമസ് ഇതേ ആവശ്യം ഉന്നയിച്ച് വീണ്ടും രംഗത്തെത്തി. ശശീന്ദ്രൻ സ്ഥാനമൊഴിയണം എന്നും ധാരണ പാലിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന പ്രശ്നമില്ല എന്നായിരുന്നു ശശീന്ദ്രന്റെ നിലപാട്. അതേസമയം ഇത്തവണ പി.സി. ചാക്കോ തോമസിനൊപ്പമായിരുന്നു. മന്ത്രിസ്ഥാനം വീതം വെക്കണമെന്ന ആവശ്യവുമായി പി.സി. ചാക്കോ തോമസിനു വേണ്ടി ശരത് പവാറുമായി വരെ ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ ശശീന്ദ്രനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ യോജിപ്പുണ്ടായിരുന്നില്ല. ഇത് മുതലാക്കിയായിരുന്നു ശശീന്ദ്രന്റെ നീക്കം. അതിനിടെ മന്ത്രിമാറ്റം സംഭവിച്ചെങ്കിൽ മുന്നണി വിടുമെന്ന ഭീഷണി വരെ ഒരു ഘട്ടത്തിൽ പി.സി. ചാക്കോ ഉയർത്തിയിരുന്നു. ഇത് ആയുധമാക്കി ശശീന്ദ്രൻ വിഭാഗം നടത്തിയ നീക്കമാണ് ചാക്കോയുടെ രാജിയിൽ കലാശിച്ചത്. പി.സി. ചാക്കോ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നും തോമസിനെ പകരം അധ്യക്ഷനാക്കണമെന്നും ശശീന്ദ്രൻ വിഭാഗം ആവശ്യപ്പെട്ടു. ഇതോടെ ചാക്കോ വിരുദ്ധ നീക്കത്തിന് തോമസിന്റെ പിന്തുണയും ലഭിച്ചു. ഇതിന് പിന്നാലെ ചാക്കോയെ അനുകൂലിക്കുന്ന നേതാക്കൾ മന്ത്രി എ.കെ. ശശീന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തുകയും മന്ത്രിമാറ്റം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുകയാണ് എന്നും വ്യക്തമാക്കി. ചാക്കോയെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്നായിരുന്നു ശശീന്ദ്രന്റെ പക്ഷത്തെ നിലപാട്. പാർട്ടി ജനറൽ ബോഡി വിളിക്കണമെന്നും ശശീന്ദ്രൻ വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. 6-ാം തീയതി നടന്നിരുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശശീന്ദ്രൻ പക്ഷം വിട്ടുനിന്നു. എൽ.ഡി.എഫ് വിടാനുള്ള ചാക്കോ വിഭാഗത്തിന്റെ നീക്കം പൊളിച്ച് ശശീന്ദ്രൻ വിഭാഗം തങ്ങളാണ് ഔദ്യോഗിക എൻ.സി.പി എന്ന് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി.പി.ന് കത്ത് നൽകാനും തീരുമാനിച്ചു. പി.സി. ചാക്കോ രാജിവെച്ചത് പകരം തോമസിനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കണമെന്ന് ഏകകണ്ഠേന പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തതോടെ ചാക്കോ പ്രതിരോധത്തിലാകുകയായിരുന്നു. പിന്നാലെ എൽ.ഡി.എഫിൽ ഉറച്ചു നിൽക്കുമെന്ന് സർക്കാരിന് പൂർണ്ണ പിന്തുണയും കാണിച്ച് പി.സി. ചാക്കോ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. 2021 പി.സി. ചാക്കോ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് എൻ.സി.പിയിൽ ചേർന്നത്.